അകമേ ഒരു മോഡേൺ ലക്ഷറി ഡിസൈനും പുറമേ ഒരു കേരള ട്രഡീഷണൽ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്ന 5,400 സെൻറ്റിൽ 2,650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കവേഡായിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ചുറ്റുമതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ സ്റ്റോൺ പോലത്തെ ഒരു ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കവേഡ് ആയിട്ടുള്ള കാർ പോർഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലെല്ലാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ. സിറ്റ് ഔട്ട് ഏരിയ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് ഒരു ബോർഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ടും GI ട്യൂബിലുള്ള പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോർ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ലോക്ക് നൽകിയിരിക്കുന്ന എന്ന ബ്രാൻഡാണ്. നമുക്കിങ്ങനെ കീ യൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ. ഇവിടെ 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെ ഈ സ്റ്റോറേജ് സ്പേസ് കാണാം. മുകളിലായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള CNC കട്ടിങ് കൊടുത്തിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. 4 ഭാഗത്തായിട്ടും കോബ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പർഗോള പോലെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ സൈഡിലായിട്ടാണ് DB വരുന്നത്. DB പോലും ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തിരിക്കുകയാണ്. ഇത് സ്ലൈഡ് ചെയ്ത് നീക്കിയ ശേഷമേ നമുക്ക് DB ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇവിടെയെല്ലാം 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലെഗ്രൻഡ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ലെഗ്രൻഡ് ആണ്. അപ്പോൾ ഈ ഒരു DB കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു നടുമുറ്റം കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് വാട്ടർ ഫൗണ്ടെയിൻ കൊടുത്തിട്ടുണ്ട്. പെബിൾസുകൾ കാണാം. അതിന് ഡബിൾ ഹൈറ്റോട് കൂടിയ ഒരു നടുമുറ്റം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗം കവർ ചെയ്ത മൊത്തത്തിൽ സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പാത്വേയും കൊടുത്തിട്ടുണ്ട്. പെബിൾസുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റൗണ്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പർഗോള പോലെ GI ട്യൂബിലും ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ല ഗ്രീനറി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വിശാലമായി കിടക്കുന്ന ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ നല്ല സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ആയിട്ട് നമുക്ക് സിറ്റിംഗ് സ്പേസ് ഉണ്ട്. വലിയ ഡൈനിങ് ഏരിയ ആണ്. മുകളിലൊരു ഗോൾഡൻ തീമിലുള്ള ഒരു പ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. BLDC ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തടിയുടെ ട്രഡീഷണൽ ഡിസൈനുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്രോക്കറി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇനി ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തേക്കാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ സ്റ്റോണാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ തീമിലുള്ള വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെറയുടെ ലക്ഷറി സീരീസിലുള്ള ടാപ്പും കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം WBC പാനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകും. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചണും ഉണ്ട്. അത് ക്ലോസ് കിച്ചണാണ്. അതിന് ഗ്ലാസ് ഡോറൊക്കെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഫുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഹോബ് ഗ്യാസ് അല്ല, ഇത് ഇലക്ട്രിക് ആണ്. ഹാഫ്ലി എന്ന ബ്രാൻഡിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് ഹൈ എഫിഷ്യൻ്റ് ആണ്, അതായത് ഹെവി ഡ്യൂട്ടിയാണ്. ഇവിടെ മുകളിലായിട്ട് ഹുഡ് നൽകിയിട്ടുണ്ട്. അതും ഹാഫ്ലി എന്ന ബ്രാൻഡ് തന്നെയാണ്. വലിയ ഹുഡാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രൗൺ തീമിലാണ് ടേബിൾ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം അതുപോലെ വുഡ് ഡിസൈൻ കാണാം. അതുപോലെ ഫുൾ കബോർഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പുള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിച്ചൻ്റെ ഫ്ലോറിംഗ് എല്ലാം ഒരു മൊറോക്കൻ സീരീസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതെല്ലാം കൃത്യമായി തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കട്ട്ലറി സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീക്ക് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇവിടെ മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ടും കാണാം. അതുപോലെ മുകളിലെല്ലാം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു പ്രോ ലിഫ്റ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പ്ലേറ്റ്സ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വർക്കിംഗ് കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. ഇതൊരു ഗ്ലാസ് ഡോറൊക്കെ നൽകിയിരിക്കുന്നത്. അതിന് ടഫിൻ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും അതേ സീരീസിലുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്യുന്ന മൊറോക്കൻ സീരീസാണ്. ഇവിടെയും ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട്. അത് LPG അല്ലെങ്കിൽ ഈ ഗ്യാസ് യൂസ് ചെയ്യാനുള്ള ഹോബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ഇലക്ട്രിഷ്യൻ അല്ലെങ്കിൽ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇത് എലീക്കുന്ന ബ്രാൻഡാണ്. ഇവിടെ എല്ലാം അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഓവൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ എയർ ഫ്രയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഡിഷ് വാഷർ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിങ്കോ കാണാം. 2 സിങ്കോ കൊടുത്തിട്ടുണ്ട്. സെറ എന്ന ബ്രാൻഡാണ്. ഇനി കിച്ചനെ പുറത്തൊരു വർക്ക് ഏരിയ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നനകല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു വലിയൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഫോയറിലായിട്ടാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അതും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തുള്ള വാഷ്റൂമാണ്. ക്യൂബിക്കിൾ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കയറുന്ന ഡോറ് പോലും ടഫൺ ഗ്ലാസ് ഉള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സീലിംഗ് ഹൈറ്റുള്ള ടൈൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്ലാനർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെറയുടെ ബ്ലാക്ക് തീമിലുള്ള ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെൽസ് ക്ലോസറ്റ് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൊറോക്കൻ സീരീസിലുള്ള ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്താണ് ക്യൂബിക്കിൾ വരുന്നത്. ഇവിടെ ടഫൺ ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്ന ഡോറ്. ഇവിടെ എല്ലാം ഫുള്ള് ക്യൂബിക്കിൾ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഷവർ പാനൽ നോക്കുകയാണെങ്കിൽ താഴായിട്ട് ഇവിടെയായിട്ട് ഷവറുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ടുണ്ട്, 3 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. നേരെ അടുത്ത ഫോയറിലേക്ക് വരുവാണ്. ആ ഫോയറിൽ നിന്ന് റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി ഇൻറ്റീരിയർ റൂമാണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുൾ ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ആ ഒരു ഹെഡ് സ്പേസും കൊടുത്തിട്ടുണ്ട്, ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് അതുപോലെ തന്നെ ലൂവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ സോഫ്റ്റ് ക്ലോസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് WBC പാനലാണ്. അതുപോലെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. ഇനി നമുക്ക് 3 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് വരും. അപ്സ്റ്റെയർ നോക്കുവാണെങ്കിൽ ഈ സ്റ്റെയർ കേസ് മൊത്തത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് സ്റ്റെയർ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് താഴെയായിട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഡബിൾ ഹൈറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ നോക്കുവാണെങ്കിൽ GI ട്യൂബിൽ ഫുൾ വുഡ് തീം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോഴും ഇവിടെയെല്ലാം അതുപോലെ തന്നെയാണ് ആ GI ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുന്നൊരു ഫോയറിലേക്കാണ്. ഫോയറിൻ്റെ മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോയർ നേരെ നമുക്ക് റൂമുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിലും ഇവിടെയും TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയ ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് അതായത് ഫിക്സ്ഡ് ആണ്, ലൈറ്റും കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെയും ഗ്ലാസ് പാർട്ടീഷൻ കാണാം. അതും UPVC വിൻഡോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നല്ലൊരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട്. ആ ഊഞ്ഞാലയുടെ പുറകിലായിട്ട് റിക്രിയേഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മഴയൊക്കെ റെയിനൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ തന്നെ താഴെയായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്നതാണ്. അതുപോലെ നടുമുറ്റത്തേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്നതാണ്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. വീണ്ടും നമ്മൾ ഈ ഫോയർ എന്ന റൂമിലേക്ക് പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോയർ നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. ആക്ച്വലി ഇത് ബങ്ക് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ട് ബെഡിടാം, മുകളിലായിട്ടും ബെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയറെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിലായിട്ട് ഒരു കളർ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് പർഗോള പോലെ ഒരു റൗണ്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലെ ഈ ഒരു ബങ്ക് ഡിസൈനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ടും ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ മുകളിലത്തെ ഭാഗത്താണ് ആ ഒരു കുട്ടിയുടെ ബെഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരാൾക്ക് യൂസ് ചെയ്യാം, മുകളിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാരൻസ് കം കിഡായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ആയിട്ടൊരു ഫിക്സഡ് ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എയർ വെന്റിലേഷൻ കൊടുത്തിരിക്കുകയാണ്. CNC കട്ടിങ് കൊടുത്താണ് ആ ഒരു എയർ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് വാഷ്റൂം അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇവിടെ ഡോറിലെല്ലാം ഈ ഒരു ബ്ലൂ തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറ തന്നെയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും ഹെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തായിട്ടും ഒരു കോട്ടൺ ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം ബ്ലൂവേഴ്സ് പോലെ WBC പാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം വലിയ ഈ ഏരിയ ഫുള്ളായിട്ടും വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും സൈഡിലായിട്ടും എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഡോറ കൊടുത്തിരിക്കുന്നത്, ടഫൺ ഗ്ലാസ് ആണ്. ഇതിനകത്തും ക്യൂബിക്കൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും നോക്കുവാണെങ്കിൽ ഫുള്ള് സെറയുടെ ഫിറ്റിംഗ്സ് യൂസ് ചെയ്യും. ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്.
ക്യൂബിക്കൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഡ്രൈ ഏരിയ. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് ആ ഒരു തീമിന് പറ്റിയ രീതിയിലുള്ള വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നത്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഫോയറിനാണ് വാഷ്റൂം വരുന്നത്. ഈ വാഷ്റൂം ഈ ഭാഗത്താണ് ഡ്രൈ ഏരിയ പറ്റിയത് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത്. പ്രത്യേകിച്ച് ആ ബെഡ്റൂം സ്പേസ് ഇത്രയും കിട്ടുന്നുണ്ട്. കാരണം വാഷ്റൂം ഇവിടെ അല്ല, അവിടെ ഡോറും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഫുള്ള് വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 ഡിസൈനിലുള്ള ഒരു കോട്ടൺ ടെക്സ്ചർ രീതിയിലുള്ള ടീമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു വാഷ്റൂമിലേക്ക് വരാം. ഈ ഒരു ഫോയർ എന്നാണ് വാഷ്റൂമിലേക്ക് വരുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൊറോക്കൻ സീരീസിലുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഹൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പുളിയറക്കോണത്താണ്. അപ്പോൾ ഈ വടക്ക് ദർശനത്തോടു കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,30,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.